കൃഷിവകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും പിൻവാതിൽ നിയമനത്തിന് നീക്കം. 10 വർഷമായി കൃഷിവകുപ്പിലെ ഡാറ്റ ഓപ്പറേറ്റർമാരെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെയും 10 വർഷം കഴിഞ്ഞ ഈ ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ 1439 കൃഷി ഓഫീസുകളിലെ 10 വർഷം പിന്നിട്ട കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. ഓഫീസ് ഓട്ടോമേഷൻ IT കരാർ ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. ഇതിനായി ഡാറ്റ ഓപ്പറേറ്റർമാരുടെ പട്ടിക പരിശോധിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. 10 വർഷമായ കരാർ ജീവനക്കാരുടെ പട്ടിക സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഓൾ കേരള അഗ്രി ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനം പരിഗണിച്ചാണ് സ്ഥിര നിയമനത്തിന് നീക്കം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലും സമാനമായ രീതിയിലാണ് കരാറു ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ 12 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെയാണ് സ്ഥിരപ്പെടുത്തുക. കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ CITU സംസ്ഥാന കമ്മിറ്റി വഴി മന്ത്രി MB രാജേഷിന് നൽകിയ നിവേദനം പരിഗണിച്ചാണ് നടപടി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കെയാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ പിൻവാതിൽ നിയമനം ത്വരിതഗതിയിൽ നടക്കുന്നത്. യൂണിയൻ നേതാക്കൾ നേരിട്ടിടപെട്ടാണ് പല നിയമനങ്ങളും നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.